പറയുന്നതിനായി കുമാരൻ ചേട്ടനെ ക്ഷണിക്കുന്നു. അവനെ അറിയില്ല കേട്ടോ. അത് അറിയാഞ്ഞിട്ടല്ല ഞങ്ങളുടെ ഒരു ആഗ്രഹം, പിന്നെ അതാണ് അതിന്റെ ശരി. അല്ല ഉണ്ണീഷ്ണ നന്നായിട്ട് പറയും. ഉണ്ണീഷ്ണ അവനെ മയക്കേണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വിളിച്ചാൽ ഇതിന്റെ ഒന്നുമില്ല. അത് വേണ്ട, കുമാരേട്ടൻ നന്ദി പറഞ്ഞാൽ നന്ദി പറയാൻ കുമാരേട്ടനെ ക്ഷണിക്കും. ഒന്നാമതിട്ട് തന്നെ കൈ പിടിച്ചാൽ പൈസ ഉണ്ടായില്ലേ? അങ്ങനെ എവിടെയും പോകില്ല. എന്താ പറയുക? നന്ദി പറയുന്നേ അവനെ അറിയില്ല. ആദ്യം എന്താ പറയണ? റബ്ബിനെ കുറിച്ച് പറയാ, ആരാണെന്ന് പറയാ, നന്ദി പറയാ, അങ്ങനെയൊക്കെ ഇങ്ങോട്ട്. ഇതെന്താ ചൂട്, എന്തെങ്ങനെ വേർക്കണം? നമ്മുടെ ശബ്ദം ഉണ്ടത് നമ്മുടെ 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 ഈ ക്ലബിന്റെ നല്ല കിതപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. നമ്മുടെ ഈ ക്ലബിന്റെ എല്ലാ വർഷത്തിലും വർഷാവർഷം എല്ലാ കൊല്ലവും നമ്മൾ നടത്തിപ്പോരാറുണ്ടല്ലോ. വാർഷികം നടത്താറുണ്ടല്ലോ. വാർഷികത്തിന്റെ ഈ കൈ എവിടെ കെട്ടുന്നത് അറിയല്ലോ ഉണ്ടാറങ്ങാനായിട്ട്. അതിന് പറഞ്ഞു വരുന്നില്ലേ? ഈ കൊല്ലവും നമ്മൾ അതിഗംഭീരമായി ഈ കൊല്ലവും നമ്മൾ നടത്തുകയാണല്ലോ. ഈ വാർഷികത്തിന്റെ എന്ത് മൈക്കിങ്ങനെ കിടന്ന് കളിക്കണത്? ഈ കൊല്ലം വാർഷികത്തിന്റെ പറഞ്ഞു വരുന്നില്ല കൊണ്ടുപോകാനായിട്ട്. നമ്മുടെ ഈ ക്ലബിന്റെ മറ്റേ ഭാരവാഹികൾ മറ്റേ സെക്രട്ടറി ആരാ പറയാത്ത അവസ്ഥ എന്തിനധികം പറയുന്നു? ഈ നമ്മുടെ ക്ലബിന്റെ വാർഷികത്തിന് വേണ്ടി സദ്യക്ക് 50 നാളികേരം ഉണ്ണീഷ്ണന്റെ അവിടെ വരെയുണ്ടായി. മനസ്സിലായ തന്ന കാര്യം തന്നെ ചെത്തണ്ടല്ലോ. അതേപോലെ തന്നെ സദ്യക്ക് വേണ്ടി 10 വരെ നെല്ല് ഭാസ്കരന്റെ അവിടെ തന്നു. പറഞ്ഞെന്ന് പറഞ്ഞല്ലേ. അതുപോലെ ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ കുട്ടികളെ എല്ലാ വർഷവും വളരെ നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പിരിവിന് അന്ന് അങ്ങനെയൊക്കെ പിരിവ് തന്ന് സഹായിക്കണത് എനിക്ക് എന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നാട്ടുകാരെ 100 പ്രാവശ്യം പറഞ്ഞെ കൊണ്ട് പറയിക്കണ്ട കൊണ്ടില്ല. ഞാൻ രാജിവെച്ചു.